നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ കാരണങ്ങൾ പറയാൻ നമ്മൾ നിർബന്ധിതരാവാറുണ്ട്. എന്നുവെച്ചാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെന്തെങ്കിലും ഒരു കോസ്, എന്തുകൊണ്ടാണ്, ബിക്കോസ്, അല്ലെങ്കിൽ ഇത് കാരണമാണ് എന്ന് പറയണം. അപ്പൊ ഇത് കാരണമാണെന്ന് പറയാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുക എന്താണ്? ബിക്കോസ് ആണ്. അതല്ലാതെ വേറൊരു കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം. അതാണ് സോ. അതുകൊണ്ട് ബിക്കോസ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് an example. I was early, so I walked to the office. ഞാൻ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് നടന്നു. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ ഇറങ്ങിയത് കൊണ്ടാണ്. ഒരു കാരണം പറയാണ് നമ്മള്. അതേപോലെ I was hungry, so I bought an ice cream. എനിക്ക് വിശന്നത് കൊണ്ട് ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. എന്തുകൊണ്ടാണ്? വിശന്നത് കൊണ്ട്. So look at the last example. It was raining, so I stayed in. മഴയായതുകൊണ്ട് ഞാൻ വീട്ടില് ഇരുന്നു. അപ്പോ സോ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ചൂടായത് കൊണ്ട് ഞാൻ AC ഓൺ ചെയ്തു. ഇന്ന് സോ വെച്ച് എങ്ങനെ എഴുതാന്ന് നിങ്ങൾ താഴെ കമന്റ്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ചേരുന്നത് വഴി ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിരിക്കും. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ ഇംഗ്ലീഷ് ഹൗസിൽ ജോയിൻ ചെയ്യാം. English House. English at your fingertips.